മൂന്നാമത്തെ ടിപ്പ് വരുന്നത്, നമ്മൾ ആരി നീഡിൽ വാങ്ങുമ്പോൾ നമ്മൾ 2 ടൈപ്പ് ആരി നീഡിലാണുള്ളത്. ഒന്ന് അയൺ നീഡിലും രണ്ടാമത്തേത് തുളിപ്പ് നീഡിൽസും. തുളിപ്പ് നീഡിൽസ് വരുമ്പോഴേക്കും ഇവിടെ മുടി ഇങ്ങനെ പരന്നിട്ടാണ് വരുന്നത്. ഇങ്ങനെ പരന്നിട്ടാണ് വരുന്നത്. അയൺ നീഡിൽ വരുന്നത് ഇങ്ങനെയാണ്. അയൺ നീഡിൽ നമ്പറില്ല. തുളിപ്പ് നീഡിൽസ് 13, 14 നമ്പർ ത്രെഡ് വർക്ക് ചെയ്യാനുള്ള നീഡിലും 23, 24 നീഡിൽ ബീഡ്സും സർദോസിയൊക്കെ വർക്ക് ചെയ്യാനുള്ള നീഡിലുമാണ് വരുന്നത്. അയൺ നീഡിൽ 3 ടൈപ്പാണ് വരുന്നത്. ത്രെഡ് നീഡിൽ, ഇതാണ് ത്രെഡ് നീഡിൽ. ഇതിന് ഈ ഭാഗം ഇത്തിരി വണ്ണം ഉണ്ടായിരിക്കും. രണ്ടാമത്തേത് ബീഡ്സ് നീഡിൽ, മൂന്നാമത്തേത് സർദോസി നീഡിൽ. ഈ 3 നീഡിലാണ് അയൺ നീഡിൽ വരുന്നത്. ഇത് 3ഉം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തുളിപ്പ് നീഡിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് ലോഡ് ചെയ്യാൻ ഇതൊക്കെ പോയി. ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതിന് ഇതൊടിഞ്ഞു പോയിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ആരി വർക്ക് ചെയ്യാൻ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ അയൺ നീഡിൽ കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പഠിക്കുക. അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് ബീഡ്സ് ആയിക്കോട്ടെ, സർദോസി ആയിക്കോട്ടെ, അങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ എണ്ണം ഇതിലേക്ക് ലോഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്ക് ചെയ്യാനും പറ്റും. അതുപോലെ വർക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കിട്ടണമെന്നെങ്കിലും അയൺ നീഡിൽ തന്നെ ഉപയോഗിക്കണം. തുളിപ്പ് നീഡിലിൻ്റെ ഇവിടെ പരന്നതായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കറക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ചിലരിവിടെ ത്രെഡ് ചുറ്റിയെടുക്കും, ചിലർ MC ചുറ്റിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്നാലും അയൺ നീഡിൽ കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലൗസൊക്കെ 2-3 ദിവസം കൊണ്ടൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നോക്കി വാങ്ങിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ എഡ്ജിൽ വരുന്ന ഹുക്കാണ്. ഈ ഹുക്ക് നന്നായിട്ടുണ്ടോ എന്ന് നോക്കി വാങ്ങിക്കുക. ഇതുണ്ടോ? ഇതിൻ്റെ എഡ്ജിലൊരു ഹുക്ക് പോലെയുള്ള ഭാഗമുണ്ട്. ഇതിൻ്റെ എഡ്ജിൽ കാണുന്ന ഈ ഹുക്ക് പോലെയുള്ള ഭാഗം അത് നന്നായിട്ടാണോ, അത് തുണിയിലേക്ക് അതിൻ്റെ നീഡിലിൻ്റെ അഗ്രത്തിന് ഷാർപ്പ്നെസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നീഡിൽ സെലക്ട് ചെയ്യാനായിട്ട്.